ഒരു ദൈവികാലോചന, അത് ഈശ്വരമായി ബന്ധപ്പെട്ട ഒരു ചിന്തയായിരുന്നു. ആ ചിന്ത ഓർക്കുന്നുണ്ടോ? അവൻ ഇവിടെ ഇല്ല. അതായിരുന്നു കഴിഞ്ഞ സൺഡേയിൽ ചിന്തിച്ചത്. അവൻ എവിടെയില്ല? ഒന്ന്, കല്ലറയിൽ ഇല്ല. എവിടെയില്ല? കല്ലറയിലില്ല. രണ്ട്, കൈപ്പണിയായ ആലയത്തിൽ ദൈവം വസിക്കുന്നില്ല. അപ്പോൾ ഒന്ന്, കല്ലറയില്ല. രണ്ട്, കൈപ്പണിയായ ആലയത്തിൽ ഇല്ല. മൂന്ന്, വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ യേശുവിനെ പലപ്പോഴും കാണാൻ കഴിയില്ല. മറിയ ഇങ്ങനെ വിചാരിച്ചു, ബന്ധുക്കളുടെ കൂടെ കാണുമെന്ന്. പക്ഷെ യേശു അവിടെ ഇല്ലായിരുന്നു. യേശു അവിടെ ഒന്നും ഇല്ലെങ്കിൽ യേശു ഇവിടെ ഉണ്ട്. അത് ചിന്തിച്ചാണ് നമ്മൾ കഴിഞ്ഞ സൺഡേയിലെ സന്ദേശം അവസാനിപ്പിച്ചത്. ഇവിടെ യേശു ഉണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. യേശു കല്ലറയിലില്ല എന്ന ശബ്ദം നിങ്ങൾ കേട്ടു. യേശു വലിയ ആൾക്കൂട്ടത്തിനില്ല എന്ന് കേട്ടു. യേശു കൈപ്പണിയാലയത്തിൽ വസിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കി. യേശു എവിടെയുണ്ട്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്ത് ഇരിക്കുന്നു. ഇനി അതിന്റെ രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജോൺ ചാപ്റ്റർ 8 verse 58, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 58-ാമത് വാക്യം. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അടുത്തത്, അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറിഞ്ഞ് ദൈവാലയം വിട്ടുപോയി. അടുത്തത്, അടുത്ത വായിച്ചു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഇത് അതുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് അതുകൂടെ വായിപ്പിച്ചത്. അപ്പോൾ യേശു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. അത് ഇപ്പോഴുള്ള കർത്താവ് യേശു ക്രിസ്തുവിന്റെ അവസ്ഥയാണ്. എന്നാൽ 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു 3.5 വർഷം തന്റെ പൊതുരംഗത്തെ ശുശ്രൂഷ നടത്തുന്ന വേളയിൽ വളരെ പ്രസക്തവും കർത്താവ് പലപ്പോഴും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്കും പിടുത്തം കിട്ടുന്നില്ല. അതായത് കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും കർത്താവ് എന്താ പറയുന്നതെന്ന് മനസ്സിലാകുകയില്ല. അപ്പം യേശുക്രിസ്തുവിന്റെ വിവാദപരമായ ഒരു പ്രസ്താവനയായത്. ഇത് ആരോടാ പറയുന്നത്? ഇത് യേശു പറയുന്നത് യഹൂദന്മാരോടാണ്. ആരോടാണ്? യഹൂദന്മാരോട്. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 വ്യക്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അവരുടെ പിതാവായിരിക്കുന്ന സ്പിരിച്വൽ ഫാദർ ആയിരിക്കുന്ന അബ്രഹാം. 2, അവരുടെ സ്പിരിച്വൽ ലീഡർ ആയിരിക്കുന്ന മോശ. ഇത് 2 പേരും യഹൂദന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവരെ 2 പേരെയും തൊട്ടാൽ യഹൂദന്മാരുടെ മുഖം മാറും, നിറം മാറും, മട്ട് മാറും. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു പ്രസ്താവന, വളരെ വിവാദപരമായ ഒരു പ്രസ്താവന യേശു പറയുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 58-ാമത് വാക്യം ഇങ്ങനെയാണ്. യേശു അവരോട്, ആമേൻ ആമേൻ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ. അവരോട് വെളി പറയുന്നുണ്ട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, പിന്നെ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ നീ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? എന്താണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം? ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എങ്കിൽ, അങ്ങനെയാണെങ്കിൽ യേശു ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിലേക്ക് നമ്മൾ വരാം. നമുക്കറിയാം, ഈ സമാന്തര സുവിശേഷങ്ങൾ എന്നാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ ഒരല്പ വ്യത്യസ്തമായി അല്പം മാറി നിൽക്കുന്നവരാണ് യോഹന്നാൻ. നമ്മുടെ ഈ കയ്യിലൊട്ടം നോക്കിയേ, 4 വിരലുകൾ ഒന്നിച്ച് നിൽക്കുന്നു. 5-ാമത്തെ ഈ പുള്ളി ഒരല്പം മാറിയാണ് നിൽക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇങ്ങാനില്ലാതെ ഒരു പണി ഇവര് 4 പേര് ഉണ്ട്, ഇവരാണ് മെമ്പേഴ്സ് കൂടുതലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുള്ളി ഇല്ലാതെ ഇവരെ കൊണ്ട് കാര്യമായ പരിപാടി ഒന്നും നടക്കുകയില്ല. ഇതുപോലെ ഈ മത്തായി, മാർക്കോസ്, ലൂക്കോസ് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിലും 4ാമത് യോഹന്നാന്റെ കാഴ്ചപ്പാടുകൾ വരുമ്പോഴാണ് സുവിശേഷത്തിന്റെ അർത്ഥതലം അതിന്റെ നിലയിൽ പൂർത്തിയാകുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ബൈബിൾ തുടങ്ങുന്ന പ്രസ്താവനയിൽ നിന്നാണ്. ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും. പണ്ടര അമ്മച്ച് പറഞ്ഞതാണ്, കർത്താവിന്റെ ആദി കയറിയപ്പോ ഇതെല്ലാം കൂടെ സൃഷ്ടിച്ച്
ആദിയുടെ കാര്യമല്ലല്ലോ. ആദി ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ. അവിടെ എന്തിന്റെ ആദിയാണ്? ഒരു ചെറിയ ചിന്താക്കുഴപ്പം വരും. ആദി എന്ന് പറയത്തക്ക ഒരു ടൈം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെയും കൂടെ സമയമല്ലേ? അല്ലേ? ദൈവത്തിന് ആദ്യം ഉണ്ടോ? ഇല്ല. അന്തം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തിന്റെ ആദിയാണ്? അത് പറയാം. അതിലേക്ക് വരുമ്പം ഈ യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ്. ദൈവം കൃപാലുവാണ്, ദൈവം ദയാലുവാണ്. അത് യഥാർത്ഥത്തിൽ അത് പറയേണ്ടത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ മൂലഭാഷയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് മലയാളമാണ്. യഥാർത്ഥത്തിൽ യുഹാന എന്നാണ്. യുഹാന എന്ന് പറഞ്ഞ നടത്തുന്നത് യോഹന്നാൻ. ഈ ജോൺ, ഇവിടെ ജോൺ ഉണ്ട്. ഇപ്പം പലപ്പോഴും ഈ മൂലഭാഷയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വേർഡ് നമ്മുടെ മലയാളം വാക്കാണ്. അപ്പം ഈ യുഹാന എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ചിലർ പേര് കിട്ടില്ല, യൂസഫ് യുഹാന, ഒരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്. അപ്പൊ യുഹാന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഗോഡ് ഈസ് ഗ്രേഷ്യസ്. ദൈവം ദയാലു, ദൈവത്തിന്റെ കൃപയാണ് അദ്ദേഹത്തിന്റെ പേരിലൂടെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. അപ്പോ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ് ആദി? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇനി യോഹന്നാന്റെ ഒന്നിങ്ങനെയാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. സത്യത്തിൽ ഈ യോഹന്നാൻ ആരെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് ചേർന്ന് പറഞ്ഞേ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആരാണ് വചനം? അതിന്റെ 14ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: വചനം, 14ആണോ 12ആണോ? വചനം ജഡമായി തീർന്നു. അപ്പൊ ശ്രദ്ധിക്കണേ, യോഹന്നാൻ ആരുടെ കാര്യമായി പറഞ്ഞു വരുന്നത്? വചനം ജഡമായി തീർന്നു. ജഡമായി തീർന്നവനാരോ അവനാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലെ വചനം. ഒന്നിന്റെ വചനമാണ് ജഡമായി തീർന്നവനാരോ അവനാണ് വചനം. ആരാണ് ജഡമായി തീർന്നത്? വചനം ജഡമായി തീർന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്വർഗത്തിൽ നിന്ന് മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് 2026 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്തിന് അങ്ങനെ നിരത്തി പരത്തി പറയുന്നു? ഈ നിൽക്കുന്ന എന്റെ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തിൽ ഉയർത്തവരെ കൽവരി കുറിച്ച് ഒന്നിന്റെ വചനം. അപ്പൊ ഒന്ന് സസൂക്ഷ്മം ചിന്തിച്ചാൽ അവിടെ ഒരു ഭയങ്കര ചിന്തയുണ്ട്. ആദിയിൽ വചനം. അപ്പൊ ആദി എന്ന് പറയുമ്പോ പോലും ആദിയിൽ വചനം ഉണ്ടായി എന്നാണോ? അല്ല. ആദിയിൽ പോലും, ആദിയിലോട്ട് നിങ്ങൾ നോക്കിയാൽ യേശു അവിടെ ഉണ്ടായ, അവിടെ ആദിയിൽ ഉണ്ടായി വന്നയാളാണോ? അത് ഉണ്ടായിരുന്നതാണോ? യോഹന്നാൻ പറയുന്നു, യഹൂദന്മാരെ, നിങ്ങൾ യേശുവിനെ ഒരു ടൈം സോണിനകത്ത് കൊടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങനെ പുറകിലോട്ട് പോയി സമയം തുടങ്ങുന്ന സമയമുണ്ടല്ലോ, അവിടെ ചെന്ന് നിങ്ങളെ പുറകിലോട്ട് സഞ്ചരിച്ചാൽ അവിടെ നിങ്ങൾക്ക് ആളെ കാണാം. ആരെന്നറിയാമോ? നിങ്ങൾ പറയുന്നില്ലേ അവൻ പച്ചനാണെന്ന്? നിങ്ങൾ പറയുന്നില്ല അവൻ വേശ്യാണെന്ന്? നിങ്ങൾ പറയുന്നില്ല അവൻ കഴിവില്ലാത്തവനാണെന്ന്? എന്നാൽ അവൻ ആരാണെന്നറിയാമോ? അവനുണ്ടായ ആദി എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നിത്യത എന്താണെന്ന് മനസ്സിലാക്കണം. അത് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് വായിക്കേണ്ട. യോഹന്നാൻ 3:14 മൂന്നാമത്തെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവൻ, 3:16, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ശ്രമിച്ചു. ഈ ആദി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിത്യത എന്താണെന്ന് മനസ്സിലാക്കണം. വളരെ സൗകര്യാർത്ഥം ഈ നിത്യതയെ രണ്ടായിട്ട് നമുക്ക് വെട്ടിമുറിക്കാം. ഒന്നാമത്തെ നിത്യത പൂർവകാല നിത്യത, അതുപോലെ പൂർവകാല നിത്യത. രണ്ടാമത്തത് വരുംകാല നിത്യത. സ്വതം. ഏതാണ് പൂർവകാല നിത്യത? പൂർവകാല നിത്യതയ്ക്ക് തുടക്കമില്ല, ഒടുക്കമുണ്ട്. ഒന്ന് പറഞ്ഞേ, പൂർവകാല നിത്യതയ്ക്ക് തുടക്കമില്ല, ഒടുക്കമുണ്ട്. ഇനി ഒരു നിത്യത വരാനിരിക്കുന്നുണ്ട്, അതിന് തുടക്കമുണ്ട്, ഒടുക്കമില്ല. ഈ പൂർവകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയിലുള്ള പീരീഡാണ്
ടൈം എന്ന് പറയുന്നത്. അതായത് ഉൽപ്പത്തി 1 മുതൽ നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ഒരു സമയമുണ്ട്. അതിനെയാണ് പൂർവ്വകാല നിത്യത എന്ന് പറയുന്നത്. അതെപ്പോൾ തുടങ്ങി അറിയില്ല, എപ്പോൾ അവസാനിച്ചു അറിയാം. വരുംകാല നിത്യത എപ്പോൾ തുടങ്ങും, കർത്താവിന്റെ വരവിന് ശേഷം എപ്പോൾ അവസാനിക്കും അറിയില്ല. അപ്പോൾ പൂർവ്വകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയിലുള്ള ടൈമാണ് അത് ഉൽപ്പത്തി 1. ആ പീരീഡിന്റെ പേരാണ് സമയം. സമയത്തിന്റെ ആദിയാണ് ഉൽപ്പത്തി 1. ആദിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സമയത്തിന്റെ ആദിയിൽ. ദൈവം അതിനകത്ത് ഒതുങ്ങുന്നയാളല്ല. ഈ മോശയുണ്ടല്ലോ, തന്റെ സ്വന്തം സഹോദരനായിരിക്കുന്ന അഹരോന്റെ നിര്യാണ വേളയിൽ പാടുന്ന ഒരു സങ്കീർത്തനമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. 90 സങ്കീർത്തനം മരിച്ച വീട്ടിൽ പാടുന്ന ഒരു സങ്കീർത്തനമാണ്. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്. 90 സങ്കീർത്തനം അത് 1-2 വാക്യങ്ങളിലാണ്. നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. ഇന്ന് പകലിൽ ആരെങ്കിലും തലമുറകളുടെ ഭാരപ്പെടുന്നവരുണ്ടോ? തലമുറകളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടോ? ഇന്ന് പകലിൽ മാതാപിതാക്കളെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവർ ഡിക്ലെയർ ചെയ്യുക. ദൈവമേ, തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ അവർ ഡിക്ലെയർ ചെയ്യും. തലമുറകളെ ഈ വചനത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഇന്ന് നീ തലമുറയായി നിങ്ങളുടെ സങ്കേതമാണ്. രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്: പർവ്വതങ്ങളുണ്ടായത് നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തെ പരിശോധനയെ പ്രതികരണം ഉൽപ്പത്തി 1 സമയം ആരംഭിക്കുമ്പോൾ ഉണ്ടായ ഒരാളല്ല ദൈവം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവമായി പ്രഖ്യാപിക്കപ്പെട്ടവരാണല്ല. വിശുദ്ധനായ യേശു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ഒരാളല്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, നാം അമ്മയുടെ പിന്നാകാരമാകുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് അനാദിയായി ശാശ്വതമായി ദൈവമായ ഒരു കർത്താവിനെയാണ് ഇന്ന് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എഴുതി തുടങ്ങുകയാണ് ദൈവത്തിന്റെ ആലോചനകൾ. അങ്ങനെ ഈ യോഹന്നാനെ നമ്മള് അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? യോഹൻ എന്തിന്റെ അപ്പോസ്തലനാ? സ്നേഹത്തിന്റെ അപ്പോസ്തലാണ്. ഞാന് ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റാണ് ഞാൻ കിടന്നത്. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ തോസിന്റെ പാസുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ ആയിരുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചല്ലോ. അത് കഴിഞ്ഞ് ഒരുപാട് ലേറ്റാണ് വന്നിട്ട് ഒരുപാട് ലേറ്റാണ് കിടന്നത്. ഞാൻ ഈ യോഹന്നാന്റെ ലേഖനവും സുവിശേഷവും ലേഖനവും ചേർത്ത് വായിക്കുമ്പം ഈ പുള്ളിക്ക് ആ പേര് ചേരാത്ത പോലെ ഇരിക്കുന്നു. പുള്ളി സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി പല കാര്യങ്ങളിലും ആ സ്നേഹം നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞേക്കുന്ന ആരെന്നറിയാമോ? യോഹന്നാനാണ്. യോഹന്നാൻ പ്രത്യേകിച്ച് 1, 2, 3 ലേഖനത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിൾ പറയുന്ന സ്നേഹം എന്താണ്? ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ 20 വരെ ഒന്ന് വായിച്ച്. കുഞ്ഞുങ്ങളെ, അന്ത്യനാഴിക ആകുന്നു. ഇപ്പോൾ അനേകം വ്യത്യസ്തകൾ എഴുന്നേറ്റിരിക്കാൻ അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല. എല്ലാവരും നമുക്കുള്ളവർ അല്ല. ഇത് എന്തോ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ ഈ പറയുന്നേ? അതായത് അപ്പൊ നിങ്ങൾ എന്നെ യോഹന്നാൻ അല്ലെങ്കിൽ വേണ്ട, മോശമാക്കണ്ട, ഇത് യോഹന്നാനാണെന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പുള്ളിക്കാരി എന്താ വിളിക്കുന്നത്? സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. സ്നേഹത്തിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അവൻ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ എഴുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്യം നോക്കി വായിച്ചേ. ഈ പുള്ളി എഴുതുവാണേ 18 മുതൽ. കുഞ്ഞുങ്ങളെ, ഇത് അവരുടെ പറഞ്ഞു, ഞാൻ അധികം വിശദീകരിക്കത്തില്ല. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം എതിർ ക്രിസ്തുകൾ എഴുന്നേറ്റു. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പുള്ളി ഒരു പ്രത്യേക സബ്ജക്റ്റിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. എന്തുവാ എഴുന്നേക്കുന്നത്? എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട്
ഇപ്പോൾ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ ഇത് അന്ത്യകാലമാണ് കേട്ടോ. എങ്ങനെയും നമ്മളെ തെറ്റിച്ചു കളയാൻ പിശാച് അക്ഷീണ പരിശ്രമം ചെയ്യും. അന്ത്യനാഴിയാകും എന്ന് നമുക്ക് അറിയാം. അടുത്തത് അത് എവിടെ നിന്ന് വരും? അപ്പൊ ഞാൻ ഇദ്ദേഹം സ്നേഹത്തിന് അപ്പോസ്തലനാണല്ലോ. അതെ. അപ്പം ഇദ്ദേഹത്തിന് കൂടെ ആരാധിക്കുന്ന ആളാണ് ആര്? ഞാന്. അപ്പൊ ഞാൻ ട്രാക്ക് മാറുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കാം, അല്ലേ? അതെനിക്ക് ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നോടുണ്ടോ? ഉണ്ടോ? സഹകരണ പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നൊക്കെ പഴമക്കാർ പറയുന്ന പോലെ ഇദ്ദേഹം സ്നേഹത്തിന്റെ അപ്പോസ്തലനാണെങ്കിൽ ന്യായമായിട്ടും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉത്തരവാദിത്തം വിളിക്കില്ലേ? ഇല്ലേ? പക്ഷെ ഇവിടെ പറ്റത്തില്ല. എന്താ പ്രശ്നം എന്നറിയാം? അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അപ്പം ഇദ്ദേഹത്തിന്റെ കൂടെ സ്നേഹത്തിന്റെ അപ്പോസ്തലന്റെ കൂടെ ദൈവത്തെ ആരാധിക്കുന്ന എന്റെ ട്രാക്ക് മാറി നിൽക്കട്ടെ. ഞാൻ എന്നെ കുറ്റക്കാരനാക്കുക. എന്റെ ട്രാക്ക് മാറുമ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണോ സ്നേഹം, അതോ ഇദ്ദേഹത്തിന് ട്രാക്ക് മാറിയിട്ടുണ്ടെന്ന് പറയുന്നതാണോ സ്നേഹം? അതോ പിന്നെ ലോകത്തിന്റെ സ്നേഹം എന്താ? ലോകത്തിന്റെ സ്നേഹം എന്താ? ഞാൻ ആദ്യം പറഞ്ഞത് അല്ലെ. പക്ഷേ ദൈവസഭയ്ക്കകത്തെ സ്നേഹം അതല്ല. ഇദ്ദേഹം എന്തോ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ നീ പറയുന്നത്? ഇദ്ദേഹം ആരെ കുറിച്ചായി പറയുന്നത്? പുറത്തുള്ള ഒരാളെ കുറിച്ചാണോ? പുറത്തുള്ള ഒരാളെ കുറിച്ചാണോ? അല്ല, നമ്മുടെ ഇടയിൽ. ഞാൻ എന്തായാലും പറയും, എനിക്ക് വേറെ ആരുടെയും കാര്യം വെച്ചുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. എന്റെ ട്രാക്ക് മാറിയാൽ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് ആ ട്രാക്കിൽ തുടരാൻ അനുവദിക്കുന്നതാണോ സ്നേഹം, അതോ തെറ്റാണെന്ന് പറയുന്നതാണോ സ്നേഹം? സദൃശവാക്യം. സദൃശവാക്യം എടുത്താട്ടെ. 27-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത് വാക്യം. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന. ഒന്ന് ചേർന്ന് പറഞ്ഞേ, മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന. ഇനി അതേ 28-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം വായിച്ച്. നെക്സ്റ്റ് ചാപ്റ്റർ 28:23. ചക്രവാക്ക് പറയുന്നതിനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട്. ഒന്ന് പറഞ്ഞേ, പിന്നീട്. ഒന്ന് പറ. അപ്പൊ തൽക്കാലം വേദനയാണെങ്കിലും പിന്നീട് അത് ഗുണത്തിനായി മാറും. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താണ്. ബൈബിൾ പറയുന്ന സ്നേഹം, ബൈബിൾ നമുക്ക് കാണിച്ചു തന്ന സ്നേഹം, യേശു നമ്മളെ പഠിപ്പിച്ച സ്നേഹം തെറ്റി കാണുമ്പോൾ അതിനെ താഴേക്കുന്നതല്ല. ബൈബിൾ നമ്മളെ പഠിപ്പിച്ച സ്നേഹം തെറ്റിനെ തെറ്റെന്ന് പറയുന്നതാണ്. അത് നിങ്ങളായാലും പാസ്റ്ററായ ഞാനായാലും. ഹല്ലേലൂയ. യേശു ഒരിക്കൽ പറഞ്ഞേ, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എന്നോട് ചേർന്ന് മുഖമേറ്റ് എന്നോട് പഠിപ്പി. അപ്പൊ ഞാൻ യേശുവിന്റെ ഫോളോവറാണെന്നിരിക്കട്ടെ. അപ്പം ഞായറാഴ്ച കൂടി ചർച്ചയിൽ പ്രസംഗിച്ചു, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എന്നോട് ചേർന്ന് എന്നെ മുഖമേറ്റുകൊണ്ട് എന്നെ പഠിപ്പി. അപ്പൊ ഞായറാഴ്ച പ്രസംഗമെല്ലാം കേട്ട് ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ച മുതൽ യേശുവിനെ അങ്ങ് പിൻപറ്റിയേക്കാന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച ചെന്നപ്പം അവിടെ ചാട്ടമാർ ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു താഴ്മയെ കുറിച്ച് എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? അപ്പൊ ഞായറാഴ്ച എന്തുവാ യേശു പ്രസംഗിച്ചേ? ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റ എന്നോട് ചേർന്ന് പഠിപ്പി. ഓക്കെ. പിന്നെ ഇവിടെ അടിച്ച ഇവിടെ 70 വട്ടം പ്രസംഗമൊക്കെ ഗംഭീരം, ക്ലാസ് പ്രസംഗം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അടുത്ത ഞായറാഴ്ച മുതൽ പാസ്റ്റർ ജീസസിന്റെ ചർച്ചിലോട്ട് പോയി. അവിടെ ചെന്നപ്പോ പുള്ളി ചാത്ത എടുത്ത് കറക്കുക. ഇതെങ്ങനെ ശരിയാവും? ഞാൻ ചോദിക്കട്ടെ, യേശു പഠിപ്പിച്ച താഴ്മ എന്താണ്? യേശു പഠിപ്പിച്ച സ്നേഹം എന്താണ്? ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം. യേശു പറഞ്ഞു, വ്യക്തിപരമായിട്ട് നീ 70 വട്ടം ശ്രമിച്ചോ, പക്ഷെ ആലയം എന്ന് പറയുന്നത് ഒരാളല്ല, ഇത് ക്രിസ്തുവിന്റെ ശരീരം. ശരീരത്തിലെ വെറും ഒരു അംഗം മാത്രമാണ് ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ശരീരത്തിലെ ഒരു അംഗമാണ് ഞാൻ.
സ്തോത്രം. വ്യക്തിപരമായി എനിക്ക് ടോണിയോട് 70 വട്ടം ക്ഷമിക്കാം, ടോണിക്ക് മറ്റൊരാളോട് ക്ഷമിക്കാം. പക്ഷേ ചർച്ച് ബേസ് വരുമ്പം കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും. യേശു എന്താ പറഞ്ഞത്? ചാട്ടയെടുത്ത് വായിച്ച വാക്യം ജോൺ ചാപ്റ്റർ 2, യോഹന്നാൻ തന്നെ അത് എഴുതിയേക്കുന്നത്. യോഹന്നാൻ തന്നെ അത് എഴുതി. 2-ാമത്തെ അധ്യായം അതിന് 15-17 വാക്യം. കയറ് കൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും അല്ലെ? പക്ഷെ അതിനകത്ത് ഒരു തെറ്റിദ്ധാരണ വേണ്ട. അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എന്നോട്ടുണ്ടോ നിങ്ങള്? യേശുവിന്റെ ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുക. അവർക്ക് എന്താ തോന്നിയത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ പുള്ളി ശരിയല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പലതും പറയും, പക്ഷെ ഇത് കണ്ടുകൊണ്ടിരുന്ന ദൈവകൃപയുള്ള അവരെന്താ പറഞ്ഞത്? ഇത് 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 പേഴ്സണലായ പ്രശ്നമൊന്നുമല്ല. പിന്നെ എന്തുവാ ഇത്? ആലയത്തെ കുറിച്ചുള്ള എരിവ്. യേശു പഠിപ്പിച്ച താഴ്മ എന്താണ്? യേശു പഠിപ്പിച്ച വിനയം എന്താണ്? യേശു പഠിപ്പിച്ച സ്നേഹം എന്താണ്? അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ്? തെറ്റ് കാണുമ്പോൾ അതിനെ താലോലിക്കുന്ന നല്ല സ്നേഹം. പക്ഷെ ഞാനിത് പറഞ്ഞു വരുന്നത് ഈ ആലയത്തിന്റെ കാര്യം മാത്രമല്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഈ ആലയത്തെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. ദൈവം വസിക്കുന്നത് ഈ ബിൽഡിങ്ങിന്റെ അകത്തല്ല. തെറ്റിദ്ധരിക്കുന്നത് ഈ 4 ചുമരിന്റെ അകത്തല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് നമ്മുടെ അകത്താണെങ്കിൽ ആ അറിവിന് വിധേയമായി എഴുന്നേറ്റ് വരുന്ന കഴുതകളെ അത് പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ ആരാധന ചെയ്യാറില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ ശമൂവേൽ പ്രവാചകന് ഈ ശൗലിന്റെ അടുത്തോട്ട് വരുമ്പം എരിഹോ കോട്ടയൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരുക. അപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു അത് ശവദാർപ്പിതമാണ്, അത് തുടരുത്. സ്തോത്രം. പക്ഷെ ശൗല് മേത്തരമായതെല്ലാം കൊണ്ടുപോന്നു. പക്ഷെ കാളകളെയും കഴുതകളെല്ലാം കൊണ്ടുപോകുന്നു. പക്ഷേ ഈ ആരാധനയ്ക്കൊക്കെ ഒരു പ്രത്യേക അസ്വസ്ഥത. അപ്പൊ ഈ പ്രവാചകൻ ശൗലിനോട് ചോദിച്ചു, ഞാൻ ഈ കേൾക്കുന്ന കാളകളുടെയും ആടുകളുടെയും മുക്കുറ. അപ്പൊ പുള്ളി പറഞ്ഞാൽ അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഏതാ നിങ്ങൾക്കുണ്ടോ? അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി. പ്രൈസ് ആൻഡ് വർഷിപ്പ് കണ്ടോ പാസ്റ്റർ? നിങ്ങൾ എന്ത് കേട്ടായി പറയുന്നേ? പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി കൊണ്ടുവന്നാന്ന് പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അപ്പോൾ ശൗല് പറയുന്നൊരു കാര്യമുണ്ട്. ശൗല് ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ആരാധന വേണം, കയ്യടി വേണം, പ്രസംഗം വേണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ജീവിതം എന്നെപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, അപ്പോഴേ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ശരിയാണ്. നിങ്ങളുടെ അല്ല, എന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും. പാട്ട് വേണം. ഞാൻ നിങ്ങളെ കേൾക്കുള്ള ആരാധിക്കുന്ന ആളാ. ഞാൻ നിങ്ങൾ ആരുമില്ല സമയത്ത് ഇവിടെ കിടന്നിങ്ങനെ മറിഞ്ഞൊക്കെ ആരാധിക്കുക. അതൊക്കെ ശരിയാണ്. ആരാധന വേണം, പാട്ട് വേണം, പ്രസംഗം വേണം, പ്രവചനം വേണം, എല്ലാം വേണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ദൈവത്തെ അനുസരിച്ചുള്ള ജീവിതം എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ശരിയാവത്തില്ല. ഹാലേലൂയ. ശൗല് പറയും, ഈ കാലങ്ങളെ ശരിയല്ല ഇത്. ഹാലേലൂയ. നമുക്കറിയാം ശൗലിന്റെ ജീവിതം എവിടെ പോയി അവസാനിച്ചെന്ന്. ഹാലേലൂയ. അടുത്തൊരു കാര്യം പറയാം. ഈ അബ്രഹാമും ബാലകനും ദാസന്മാരും കൂടി യാഗം കഴിക്കാൻ പോവുക. ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അബ്രഹാം പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇത്. എന്നിട്ട് എന്താ പറഞ്ഞേ? ഞാനും ബാലനും അവിടെ തോളം പോയി. ആലയത്തിനകത്ത് ആലയം എന്ന് പറയുമ്പോൾ സമമിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് മറ്റൊന്നും പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തെ കാണിക്കുന്നത്, നിങ്ങളുടെ അല്ല, എന്റെയും നിങ്ങളുടെയും. നമ്മുടെ അകത്തെ രൂഢകുലമായിരിക്കുന്ന കാളകളുടെ സ്വഭാവം, കഴുതയുടെ സ്വഭാവം, പ്രാവിന്റെ സ്വഭാവം, ഇതെല്ലാം എടുത്ത് വലിച്ചു പറിച്ച് ക്ലിയർ ആക്കിയാലേ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാനുള്ളൂ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരു കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അത് വിശദീകരിക്കുന്നില്ല. ദൈവമക്കളെ, യോഹന്നാൻ തന്റെ എഴുത്തിന്റെ ഒരു പ്രധാന ഭാഗം കാമ്പ്, നാമ്പ്, കൂമ്പ് എന്നൊക്കെ പറയുന്നത് ഇത്രയായിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ഉള്ളവനല്ല, അവൻ ഉണ്ടായിരുന്നവനാണ്. ഒന്നുകൂടി പറഞ്ഞേ, അവൻ
ഉണ്ടായിരുന്നവനാണ്. ഈ യോഹന്നാന് വളരെ രസകരമായിട്ടാണ് ആ ചിന്ത അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഉൽപ്പത്തി 1-2 അധ്യായങ്ങൾ വായിക്കുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? നിലത്തെ പൊടിയിൽ നിന്ന മനുഷ്യനെ ഉണ്ടാക്കി. പക്ഷെ യേശു അവിടെ ഉണ്ടായിരുന്നവനാണ് എന്ന് യോഹന്നാൻ പറഞ്ഞു വെക്കുന്ന എങ്ങനെയെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന് 3-ാമത് വാക്യം വായിച്ചു. ചാപ്റ്റർ 1:3. സകലവും ഉളവായ സമയം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഏത്? ഉൽപ്പത്തി 1:1. ഉളവായ കാര്യം എഴുതിയിട്ടില്ലേ? ആ ഉളവായതെല്ലാം ആദിയിലുണ്ടായിരുന്ന യേശു മുഖാന്തരമായി വന്നതാണ്. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെട്ടു വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നെ ആര് സഹായിക്കും? എന്നെ ആര് പിടിപ്പിക്കും? എന്നെ ആര് ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ കഴിയുന്ന, അതില്ലാത്തവരെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ഇന്ന് പകൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിലത്തെ പൊടിയെടുത്ത് കുഴച്ച്. അപ്പൊ യേശു അവിടെ ഉണ്ടായിരുന്നവനാണെന്ന് 3-ാമത്തെ വാക്യത്തിൽ തന്നെ യോഹന്നാൻ പറഞ്ഞു. എന്താ എഴുതിയേക്കുന്നത്? സകലവും അവൻ മുഖാന്തരം ഉളവായി. അടുത്തത് ഉളവായതൊന്നും ഒന്ന് പറയാമോ? കർത്താവേ, നീ ഒഴികെ എനിക്കൊരു നന്മയില്ലെന്ന് പറയും. നീ തന്നതല്ലാതെ അവനെ കൂടാതെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ മണ്ണ് കുഴച്ച ഉണ്ടാക്കിയല്ല മനുഷ്യനെ. എന്നിട്ട് ഈ യോഹന്നാൻ മാത്രം എഴുതിയിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഒന്നെടുത്തോ, 9-ാമത്തെ അധ്യായം എടുത്ത്, ജോൺ ചാപ്റ്റർ 9:5, 6 and 7. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെ. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി. മണ്ണ് കണ്ണായി. എന്തുവാ? മണ്ണ് കണ്ണായി. എന്തിനാ യോഹന്നാൻ അത് എഴുതിയത്? മത്തായിക്ക് അത് എഴുതാമായിരുന്നില്ലേ? മർക്കോസിനെ, ലൂക്കോസിനെ എഴുതാമായിരുന്നില്ലേ? എന്തുകൊണ്ട് യോഹന്നാൻ എഴുതി? പറയാം, അവൻ ആദിയിൽ ഉണ്ടായിരുന്നവനാണ്. നിങ്ങൾ പറയുന്നത് പോലെ അച്ഛൻ കൊച്ചനായിട്ട് ഏതാണ്ട് 30 വർഷം മുമ്പ് ഭൂമിയിൽ വന്നയാളല്ലിത്. അന്ന് ഏതനിൽ പണ്ട് ആദിയിൽ മനുഷ്യന്റെ വലിയൊരു ഉണ്ട ഉണ്ടാക്കി മനുഷ്യന്റെ ജീവശ്വാസം ഊതി മനുഷ്യന്റെ ജീവനോദ്യാക്കിയില്ലേ? അതാരാണെന്ന് അറിയാമോ? അത് മറ്റാരുമല്ല, പിതാവിന്റെ മടിയിലിരുന്ന ഇല്ലാത്തതിനെ വിളിച്ചു എടുക്കാം. എന്റെ ദൈവത്തിന്റെ കഴിയും എത്ര രസകരമായാണ് യോഹന്നാൻ അത് പറയുന്നത്. അവയ്ക്കൊന്നുകൂടി ഇട്ട ടോണി, വേഴ്സ് 5 ഇട്ടെ. ഞാൻ ലോകത്തിരിക്കുമ്പോ വെളിച്ചമാന്ന് പറഞ്ഞിട്ടാണ് എന്തുണ്ടാക്കിയത്? മണ്ണുകൊണ്ട് കണ്ണുണ്ടാക്കിയത്. ഇനി ഉൽപ്പത്തിലോട്ട് വന്നേ. വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അതിനുശേഷമല്ലേ ദൈവസകലത്തെ ഉണ്ടാക്കിയത്? ഒരു ചോദ്യം ചോദിക്കാം. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആദ്യം തരുന്നത് വിടുതലാണോ, അതോ അതുമായി ബന്ധപ്പെട്ട ഒരു ലൈറ്റാണോ? ഒരു പ്രകാശം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ലൈറ്റ് തെളിയുന്നെങ്കിൽ, ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം എവിടെയെങ്കിലും ഉദിക്കുന്നെങ്കിൽ ഓർത്തോണം, അത് വരാൻ പോകുന്ന വലിയൊരു വിടുതലിന്റെ ആഴത്തിന് മീതെ ഇരുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ആ വെള്ളത്തിന് മീതെ കൈവത്തിച്ചു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടാകണം. ആകാശത്തെ പക്ഷികൾ പറക്കാൻ തുടങ്ങി. വെള്ളത്തിൽ മീനുകൾ നീന്താൻ തുടങ്ങി. ഇരുകാലി മനുഷ്യൻ എഴുതേക്കാൻ തുടങ്ങി. പ്രതീക്ഷകളെ എന്തെങ്കിലും ഒരുക്കില്ല. നിങ്ങളകത്ത് വെളിപ്പെടുത്തുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കുടുംബത്തിന് വെളിപ്പെടാൻ പോകുന്ന വലിയൊരു വിടുതലിന്റെ കാരണമാണ് ഒരു കൈപ്പത്തിയോടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ദൈവസാന്നിധ്യം ഇന്ന് ചലിക്കുകയാണ്. ആ ദൈവത്തിന്റെ വെളിച്ചം
അവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ, അവൻ ഉണ്ടായിരുന്നു. യേശുവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? രണ്ട് കാര്യം എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ഞായറാഴ്ച നമുക്ക് ചിന്തിക്കാം. അടുത്ത ഞായറാഴ്ച മിക്കവാറും തോമസോട്ടി ക്ലാസ് കാണും. ഹാലലൂയ പാസ്റ്റർ മറ്റൊരു ദൂത് പറയും. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഇതിന്റെ അടുത്ത ഭാഗം ചിന്തിക്കാം. അവൻ ഉണ്ടായിരുന്നു. യേശുവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? യേശുവിൽ സുവിശേഷം അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. അപ്പൊ 1:1 വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ, വചനം ഉണ്ടായിരുന്നു. 1:4 എന്ന് പറഞ്ഞേ, ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. യേശു തന്നെയായിരുന്നു വചനം. അടുത്തത്, അവനിൽ എന്തുണ്ടായിരുന്നു? ഒന്ന് ചേർന്ന് പറഞ്ഞു, അവനിൽ ജീവനുണ്ട്. ഒന്ന് പറഞ്ഞ്, യേശുവിൽ ജീവനുണ്ട്. യേശു ഉണ്ടായിരിക്കുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ അതിനാണ് നമ്മുടെ അകത്ത് ജീവനുണ്ട്. നമ്മുടെ അകത്ത് ജീവനുണ്ട്. അത് പറഞ്ഞ എന്റെ അകത്ത് ജീവനുണ്ട്. എന്റെ അകത്ത് ജീവനുണ്ട്. ആമേൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അത് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവിൽ ഉണ്ടായിരുന്ന രണ്ട് ജീവൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 33, 34, 35 വാക്യങ്ങളിൽ. ജോൺ ചാപ്റ്റർ 6:33. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത്. സ്തോത്രം, സ്തോത്രം. അവര് വിശ്വസിച്ചു, വിശ്വസിച്ചു ദൈവം ഞങ്ങൾക്ക് അപ്പം തരുമെന്ന്. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്താ യേശു ജീവന്റെ അപ്പം എന്ന് പറഞ്ഞത്? എന്തോ അവിടെ അപ്പം എന്ന് പറഞ്ഞേക്കുന്നത്? നല്ല മനോഹരമായിട്ട് യോഹന്നാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്താ യേശു ജീവന്റെ അപ്പം എന്ന് പറഞ്ഞത്? ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ. അപ്പം അവിടെ അപ്പം എന്ന് പറഞ്ഞേക്കുന്നത് എന്തുവാ? തന്റെ അകത്തിരിക്കുന്ന ഒരു ഫിസിക്കൽ ജീവനുണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും ജീവനില്ലേ ദൈവമക്കളെ? ഈ ജീവൻ നമ്മുടെ ജീവൻ മാത്രമാക്കി വെക്കുകയാണെങ്കിൽ അതൊരു അപ്പമല്ല കേട്ടോ. സ്തോത്രം, ആമേൻ. ഈ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണം. എന്നാൽ അത് അപ്പമാകത്തുള്ളൂ. യേശു തന്റെ ജീവനെ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? യേശു തന്റെ ജീവനെ കണ്ടത് ഒരു ഗോതമ്പ് മണിയെ പോലെയാണ്. എന്തുവാ യേശു തന്റെ ജീവനെ കണ്ടത്? അതുകൂടെ വായിച്ചു നമുക്ക് നിർത്താം. 12-ാമത്തെ അധ്യായം യോഹന്നാൻ സുവിശേഷത്തിന്റെ മുഴുവൻ വായിക്കുന്നത്. 12-ാമത്തെ അധ്യായം എടുത്ത് 20-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. ജോൺ ചാപ്റ്റർ 12:20. പെരുന്നാൾ നമസ്കരിക്കാൻ വന്നതിൽ ചില ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ പോവുക, കഷ്ടപ്പെടാൻ പോവുക. മനുഷ്യപുത്രൻ അടിയേൽക്കപ്പെടാൻ പോവുകയാണ്. എന്നിട്ട് യേശു പറഞ്ഞ അടുത്ത വാക്യമാണ് ചിന്തനീയം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മണി ഞാൻ കഷ്ടപ്പെടാൻ പോവുകയാണ് കേട്ടോ. ഓ ജീസസ്, ഞാൻ എനിക്കത്തോടെ പോകാൻ പോവുകയാണ്. ഞാൻ തകർക്കപ്പെടാൻ പോവുകയാണ്. പക്ഷെ ഓർക്കണം, ഞാൻ തകർക്കപ്പെടുന്നത് ഇല്ലാതാകാൻ വേണ്ടിയല്ല, അതിനകത്ത് ഒരു പുതിയ ജീവിതം കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇന്നൊക്കെ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയും പ്രതിസന്ധി? നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, യേശു തന്റെ ആ ജീവനെ കണ്ടത് ഒരു കോതമ്പ് മണിയെ പോലെയാണ്. പറയുന്നു, കുറച്ചു പേര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പാസ്റ്റർ ജീസസിനെ ഒന്ന് കണ്ടെന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് ആഗ്രഹമുണ്ട്. ഒരു ശിഷ്യൻ അടുത്ത ശിഷ്യനെ പറഞ്ഞു. അപ്പൊ യേശുവിന്റെ സ്റ്റാർട്ടം നിങ്ങളൊന്ന് വിചാരിക്കണേ. അങ്ങോട്ട് അടുത്ത നമ്മൾ ചെല്ലാൻ പറ്റില്ല, ആർക്കും ചെല്ലാം. പക്ഷെ ചില സമയത്ത് യേശു ബിസിയാ. ഒരാളോട് പറഞ്ഞു, ആ ആള് യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പൊ പറയാം, മോനെ, ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റാർട്ടത്തിലോട്ട് പോകുന്ന സമയമല്ല, ഞാൻ എന്തോ ചെയ്യാൻ പോവാ, തേസ്കരിക്കപ്പെടാൻ പോകും. എന്ന് വെച്ചാൽ ഇതൊക്കെ തേസ്കരിക്കപ്പെടണമെങ്കിൽ എന്തോ പോകണം, ഈ പുറത്തേക്ക് തോട് പോകണം. എന്നിട്ട് പറയുക, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്റ്റാർഡം സ്വീകരിച്ച് തലയെ കൈവച്ചിരിക്കാനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാത്രമേ പ്രയോജനമാകൂ. പക്ഷേ
എന്റെ കോതമ്പമണി ഞാൻ അടിയേൽക്കുമ്പം നിങ്ങൾ കരയരുത്. എന്റെ പുറത്തെ ചാട്ടവാറ കൊണ്ട് അടിക്കുമ്പം നിങ്ങൾ വാവിട്ട് കരച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ചാട്ടവാറിന്റെ പുറത്തേക്ക് എന്റെ തോലുകൾ ഇങ്ങനെ വിണ്ടു കീറുമ്പോൾ ഓർത്തോണം, അത് ഒരു കോതമ്പമണിയുടെ പുറംകോടി കീറിപ്പോകുന്നത് പോലെയാണ്. ദൈവം ചിലപ്പോൾ ചെത്തുന്നത് ചാകാൻ വിട്ടുപഠിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. നിങ്ങളുടെ വലിയ ദൈവപ്രവൃത്തി ഒഴിച്ചിരിക്കുന്നു. ആദ്യം പുറത്തു വരാൻ വേണ്ടിയാണ് ചില പദർച്ചകൾ നല്ലത് വേണ്ടിയാണ്, ചില സുഖങ്ങൾ നല്ലത് വേണ്ടിയാണ്. ജീവനുണ്ടായിരുന്നു. ഏതാണ് ഒന്നാമത്തെ ജീവൻ? കോതമ്പമണിയായി താൻ വിശേഷിപ്പിച്ച തന്റെ ഫിസിക്കൽ ജീവൻ, തന്റെ അകത്തുണ്ടായിരുന്ന ആ ജീവൻ. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾക്ക് അപ്പം തരുമെന്ന്. പക്ഷേ ഓർക്കണം, നിങ്ങൾ യേശു വേദവാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം മരുഭൂമിയിൽ അപ്പം കഴിച്ചു, ദൈവർക്ക് അപ്പം കൊടുത്തു, മഞ്ഞ കൊടുത്തു, പക്ഷേ അവരെല്ലാം മരിച്ചു പോയല്ലേ. യേശു പറയുന്നു, മരുഭൂമി മരിച്ചു പോയതുകൊണ്ട് മൂലം ജീവിക്കുക. അപ്പോൾ യേശു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന്, യേശുവിന്റെ അകത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അകത്ത് ഒരു 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 അപ്പമായ ജീവൻ ഉണ്ടായിരുന്നു, കോതമ്പമണിയായ ജീവൻ. രണ്ടാമത്തെ വാക്യം 3:16 അത് 3:36 കേട്ടോ, 3:36. അപ്പോൾ ഒന്ന്, 2 ജീവൻ യേശുവിന്റെ അകത്തുണ്ട്. ഒന്ന് നമുക്കുള്ളതുപോലെ ജീവൻ, പക്ഷെ നമ്മുടെ ജീവൻ പോലെ ആയിരുന്നില്ല അത്. അത് അനേകർക്ക് അപ്പമാകാനുള്ള ജീവൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തത്, യേശുവിന്റെ അകത്ത് എന്തുകൊണ്ട്? നിത്യ ജീവനുണ്ട്. എന്തുകൊണ്ട്? അത് തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഈ യഹൂദന്മാരുടെ ഒരു വലിയ ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ഈ മരണത്തെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അത് സങ്കീർത്തനങ്ങൾ നമുക്കൊന്ന് കാണാൻ പറ്റും. ആ സങ്കീർത്തനം ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ. 89 സങ്കീർത്തനം 48 വാക്യം വായിച്ചേ. ജീവിച്ചിരുന്ന മരണം കാണാതിരിക്കുന്ന മനുഷ്യനാർ. സംഗീതക്കാരൻ പറഞ്ഞു, ഇങ്ങനെ അറിയപ്പെട്ടോ, മരിക്കാതിരിക്കാൻ. അത് യഹൂദന്മാരുടെ വലിയൊരു ചിന്തയാണത്. മനുഷ്യൻ ഒരുപാട് വളർന്നു അല്ലേ? മാനിനെ പോലെ ചാടാനും മീനിനെ പോലെ നീന്താനും മാനത്ത് പറക്കാനും മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ മരണം എപ്പോഴും മനുഷ്യന് പിടി തന്നിട്ടില്ല. അന്നിരുന്ന് മനുഷ്യൻ തേടുകയാണ്, ഈ മരണത്തെ പിടിച്ചടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യം, ഈ മരണത്തെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിന്റെ അടുത്ത വിവാദപരമായ ഒരു പ്രസ്താവനയുണ്ട്. അത് എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 8:51. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. വിശ്വസിക്കുന്നവരെന്തുണ്ട്? നിത്യ ജീവനുണ്ട്. നമുക്ക് രണ്ട് അവസാനമുണ്ട്. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. കർത്താവിന്റെ വരവിന് മുമ്പ് നമ്മൾ മരിച്ചു പോയിരിക്കുന്നത് സാരമില്ല. നമ്മളെ ഉയർപ്പിച്ച നിത്യതയിലേക്ക് കാനൂനിലെത്തുവാൻ നമ്മളെ സഹായിക്കുന്ന യേശുവിന്റെ നിത്യ ജീവനാണ്.
ബൈബിളുകളെ അടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ആമുഖമായി അത് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു എത്ര മനോഹരമായിട്ട് അത് നിങ്ങളെ എങ്ങനെയും തെറ്റിക്കാൻ വേണ്ടി ഹല്ലേലൂയ പിശാചിനെ പരിശ്രമം ചെയ്യുകയാണ്. ദൈവമക്കളെ അത് നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോകരുത് കേട്ടോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എല്ലാം നേരെയാകും, എല്ലാം ഓക്കെയാകും. ഇന്നത്തെ എന്താ പറയുന്നു? എന്നിൽ വിശ്വസിക്കുന്നവൻ കാര്യമല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നോട് ജീവിക്കും, എന്നോട് ജീവിക്കും, എന്നോട് ജീവിക്കും. യേശു തന്റെ ജീവനെ കണ്ടു. യേശു തന്റെ ജീവനെ കണ്ടവൻ ഒരു കോപമണിയായിട്ടാണ് ഇന്നത്തെ കാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. യേശുവിന്റെ ജീവൻ ഒരു കോപമണിയാണ്. ആ യേശുവിന്റെ ജീവൻ കോപമണിയായിരുന്നു. ഈ ലോകമാകുന്നവരെയും യേശുവാകുന്ന കോപമണി വിധേയപ്പെട്ടു. വെച്ച് അവൻ കൊയ്യപ്പെട്ടു. കളിക്കാരങ്ങളിൽ കാലുകളെല്ലാം അവൻ മെലിക്കപ്പെട്ടു. കുരിശിൽ അവൻ ചൊല്ലിക്കപ്പെട്ടു. ജീവനുള്ള ഫലമായി നമുക്ക് ജീവിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തു ഈ സഭയെ സ്ഥാപിച്ചെങ്കിൽ ആ യേശുവാണ് ഈ വേദനയെ കണ്ടതെങ്കിൽ ഇത് തകർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ, അതൊരു തോന്നുന്നോട് ഇവിടെയാണ്. ഇത് തകർക്കാനല്ല കേട്ടോ, ഇത് വെച്ച് കളയാനല്ല കേട്ടോ. ദൈവത്തിൽ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയുണ്ട്. ആരും മറിച്ച് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എല്ലാം ശരിയാണ്, പക്ഷെ ഇതിലേക്ക് കീ എന്ന് പറയുന്നത് കലങ്ങാതെ ഉറച്ചു നിൽക്കണം, എന്നാലേ കാര്യം നടക്കും. ഓ ജീസസ്, ഇന്ന് പകൽക്കാലം ആത്മാവിൽ കൂടെ ചോദിക്കും, യേശു പഠിപ്പിച്ച താഴ്മ എന്താണ്? യേശു പഠിപ്പിച്ച സൗമ്യത എന്താണ്? ഇന്ന് പകലിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ. വചനത്തിന് മുമ്പിൽ വിശ്വാസിയൊന്നോ പാസ്റ്ററൊന്നോ ഇല്ല. ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, എപ്പോഴും ഞാൻ പറയാം, ആരാധന വേണം, പാട്ട് വേണം, പക്ഷേ അതിനപ്പുറത്താണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് ആഴത്തിൽ 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 ഒരിക്കൽ കൂടെ നമുക്ക് മനസ്സിലാവട്ടെ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ആരാധിക്കുന്നില്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഈ വിശ്വാസം പരിശുദ്ധാത്മാവിനെ ജീവിക്കാനുള്ളതാണ്. ജീവിതമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് കാര്യം? ജീവിതമില്ലെങ്കിൽ പ്രസംഗം കൊണ്ട് എന്ത് കാര്യം? ജീവിതമില്ലെങ്കിൽ കൈയടി കൊണ്ട് എന്ത് കാര്യം? ഇന്നത്തെ കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാം. ഓ ശമന കമന കരകട്ടക ജനാദിയ അർദ്ധനാമകൾ കരകട്ടക പരിശുദ്ധാത്മാവ് ചിലർ സംസാരിക്കും. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്റെ വേദന എന്താ മാറാത്തത്? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്റെ തകർച്ച എന്താ മാറാത്തത്? സഹോദര, ദൈവത്തിന്റെ പൂർവ്വം കൊണ്ട് പൊടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയപ്പെട്ടത് ആളുകളാണെന്ന്. സഹോദരി, ദൈവത്തിന്റെ പുറത്തോട് പൊടിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്തിനാണെന്നറിയാമോ? നീ ഇല്ലാതാകാൻ വേണ്ടിയല്ല. ഇത് എന്നെ കൊണ്ട് പ്രവർത്തനം ഇല്ല, നിന്നെ കൊണ്ട് പ്രവർത്തില്ല. ഈ അതിന്റെ ചിരിക്കേണ്ട ഒരു ജീവനുണ്ട്. ആ ജീവനെ ദൈവത്തിന്റെ സീസണാണെങ്കിൽ, ദൈവത്തിന്റെ ടൈമുണ്ടെങ്കിൽ അകത്ത് ജീവൻ പുറപ്പെടുക്കാൻ നമ്മുടെ പുറത്തുവിട്, നമ്മുടെ പുറത്തുവിട്, നമ്മുടെ സമാനമായ ചിന്തകളെ പുറത്തുവിട്. പിന്നെ അകത്തെന്തോ ഉണ്ടാകണം? യേശു പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനയും കഴുതയും കാളയുടെ മുപ്പറയൊന്നും കൂടെ ഉണ്ടാവരുത്, പ്രാർത്ഥനയിലാണ്. ദൈവങ്ങളെ വളരെ താഴ്മയോടെ ഞാൻ എന്നോട് നിങ്ങളോട് പറയട്ടെ, ഈ ക്രിസ്തീയ ജീവിതം പോലെ സുന്ദര സുരഭിലമായ ഒരു ജീവിതം വേറെയില്ല. പക്ഷേ ഈ യാത്രയിൽ കാലുകൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാൽ ഇതുപോലെ അപകടം പിടിച്ചൊരു ജീവിതവും വേറെയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുവാനുള്ളത് പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല.
ദൈവമക്കളെ, നമുക്ക് ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? മനുഷ്യരെയാണോ? പാസ്റ്ററിനെയാണോ? അല്ല, നമുക്ക് ആരും പ്രസാദിപ്പിക്കണ്ട. നമുക്ക് പ്രസാദിപ്പിക്കാനുള്ളത് ദൈവത്തെയാണ്. ആരെയും പൗലോസ് പറഞ്ഞു, ഞാനിപ്പോൾ ആരെ പ്രസാദിപ്പിക്കുന്നു? മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. ആരെയും മനുഷ്യൻ ചിലപ്പോൾ പറഞ്ഞു, പക്ഷെ ഒരു കാര്യം, മനുഷ്യനെ അല്ല എനിക്ക് പ്രസാദിപ്പിക്കേണ്ടത്, എനിക്ക് പ്രസാദിപ്പിക്കേണ്ടത് എന്റെ ദൈവത്തെയാണ്. ഇതിന്റെ പ്രകാരം നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളെ തെറ്റിക്കരുത്. ഹൃദയ കലയിപ്പോകുന്നത് ഒന്നിലനുഗ്രഹണ്ട. കർത്താവ് അവന്റെ കൺട്രോളിലായല്ല. ദൈവങ്ങളെ, നമ്മളിവിടെ ഇരുത്താൻ കർത്താവ് മുതൽ എന്താണെന്നറിയാമോ? ആ കോതമ്പ് മണിയുടെ പുറത്തോളം പൊട്ടിച്ചു പറഞ്ഞു. അതിന്റെ വിലയാണ് ഇന്നിവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളും. സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ,